മേഘാലയ യാത്രയുടെ മൂന്നാമത്തെ ദിവസം. ഇപ്പോൾ സമയം രാവിലെ 10 മണി. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മാവ്ലിനോങ് വില്ലേജിലാണ്. ഇത് കാസി കുന്നിൻ്റെ താഴ്വരയിലുള്ള ഒരു വില്ലേജാണ്. ഈ വില്ലേജിന് പ്രത്യേകതയുണ്ട്. ഡിസ്കവറി ഇന്ത്യ ഏഷ്യയിലെ ക്ലീനസ്റ്റ് വില്ലേജായിട്ട് എടുത്ത ഒരു സ്ഥലമാണ്. 2003 ആണ്ടിലാണ് ഇതിനെ ക്ലീനസ്റ്റ് വില്ലേജായി തിരഞ്ഞെടുത്തത്. സ്ത്രീ ശാക്തീകരണത്തിന് പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ്. സ്ത്രീകളാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. നമ്മുടെ കുടുംബശ്രീ കണക്കുള്ള സംരംഭങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ആ വില്ലേജ് കാണാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ടാർ ചെയ്ത റോഡുകളാണ്. ഇവിടെ ഒരു ഇല പോലും വീട് അടപ്പില്ല. എല്ലാം തൂത്ത് വൃത്തിയാക്കണം. പൂക്കൾ 2 വശത്തും ചെടികളും പൂക്കളുകളും ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണുന്നുണ്ട്. ഓലമേഞ്ഞ ഒരു ബസ് സ്റ്റോപ്പ്. ഒരുക്കിയിരിക്കുന്ന വിശ്രമ കേന്ദ്രം കണ്ടല്ലോ. ഇതേ കണക്ക് വിശ്രമ കേന്ദ്രം നമ്മളെടുക്കണമെങ്കിൽ 2 ലക്ഷം രൂപ ചിലവാണ്. നമ്മൾ MLA ഫണ്ട് ചെയ്യുന്നു, MP ഫണ്ട് ചെയ്യുന്നു. സ്കൈ വ്യൂ കാണാൻ പോയാണ്. അവിടെ ഏറുമാടം കെട്ടിയിട്ടുണ്ട്. ഏറുമാടത്തിൽ നിന്ന് നോക്കിയാൽ ബംഗ്ലാദേശിൻ്റെ ഒരു പരിപൂർണ ദൃശ്യം കിട്ടുമെന്നാണ് നമ്മളെ പച്ചത്തുള്ളൻ ബൈജി പറഞ്ഞിരിക്കുന്നത്. അതിനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ ഏറുമാടത്തിൽ കയറാം. ഏറുമാടത്തിൽ കയറിയാൽ ബംഗ്ലാദേശ് കാണാം. ടു സ്കൈ വ്യൂ പോയിന്റ്. ആ കയറ്റം കയറി പോകണം സ്കൈ വ്യൂ പോയിന്റിലേക്ക്. ആളുകളൊക്കെ ഇപ്പോഴൊന്നും തൂക്കുന്നുണ്ട്. എല്ലാ സമയവും ഇവിടെ തൂത്തുകൊണ്ടിരിക്കും. ടു സ്കൈ വ്യൂ പോയിന്റ്. ഇത് മുള കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ പടവുകളൊക്കെ അവിടെയും ഗ്രീനാണ് അപ്പം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഗ്രീൻ ഗ്രാമവും കൂടിയാണ്, ഹരിത ഗ്രാമം കൂടിയാണ് ഈ കാണുന്നത്. ക്ലീൻ എന്ന് പറയുമ്പോൾ ഗ്രീനും കൂടാണ്. അതുപോലെ സുന്ദര ഗ്രാമങ്ങളിലൊന്നാണ് നമ്മുടെ കൊല്ലംകോട് സുന്ദര ഗ്രാമമല്ലേ, ആ ഗ്രാമങ്ങളുടെ പോലെ ഇതൊരു സുന്ദര ഗ്രാമമാണ്. ഇത് നേരെ മേളിൽ കയറി നോക്കാം. സ്കൈ വാക്ക് നടത്താം. നമുക്കൊന്ന് 30 രൂപ കൊടുക്കണം സ്കൈ വാക്കിന്. കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അതാണ് ഇത്രയും കയറ്റങ്ങൾ കയറി കഴിഞ്ഞു. ഈ കുറേ കൂടെ കയറണം. 30 രൂപ കൊടുത്ത് കയറിയതാണ്. തെന്നി വീഴുമെന്നറിയത്തില്ല. നല്ല ഉയരത്തിലേക്ക് കയറണം. ഒരു മരത്തിൻ്റെ മുകളിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഗ്രീനാ. മുളയും വള്ളി ഒന്നും ഗ്രീനല്ലാത്ത ഒന്നുമില്ല ഇതിനകത്ത്. എല്ലാം പ്രകൃതിയിൽ ചേർന്നുള്ള കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഒരു സ്കൈ വാക്ക് നമ്മളെ തെന്മലയുണ്ട് കോട്ട് വർഷത്തിൽ. തിരിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ പ്ലാവിലാണല്ലേ? അപ്പോൾ ചക്ക മരമാണ് സംഭവം. പ്ലാവിൻ്റെ പുറത്താണ് ഇത് കെട്ടിവെച്ചേക്കുന്നത്. അതിൻ്റെ ടോപ്പിലെത്താറായി ഞങ്ങൾ. ജസീനാന്നുള്ള വൈകിട്ട് മനസ്സിലായില്ലേ? അങ്ങനെ ഞങ്ങളതിൻ്റെ മുകളിലെത്തിച്ചേർന്നിരിക്കുകയാണ്. ആ കാണുന്നതാണ് ബംഗ്ലാദേശ്. ഈ കാണുന്നതല്ല ബംഗ്ലാദേശ്, ആ കാണുന്നതാണ്. ഇവിടെ ഒരു പനോരമിക് ഏരിയൽ വ്യൂ കിട്ടും നമുക്ക്. ഈ ഗ്രാമത്തിൻ്റെയും കാസി കുന്നുകളുടെയും ബംഗ്ലാദേശിൻ്റെയും. അങ്ങേയറ്റത്ത് കാണുന്ന ബംഗ്ലാദേശാണ് എന്നാണ് നമ്മളെ ബജീവ് കുറച്ചോളം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ബംഗ്ലാദേശോ ഗ്രാമങ്ങളോ വീടുകളോ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇത് കുലുങ്ങുന്നുണ്ട്. അതെല്ലാം കൂടെ പൊട്ടി വീഴുമോ? 32 GB മെമ്മറി കാർഡ് കഴിഞ്ഞു. പുതിയ മെമ്മറി കാർഡ് മാറ്റിയിട്ടിട്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ബംഗ്ലാദേശ് കാണാൻ കഴിയുമെന്നാണ് നമ്മൾ ബൈജു പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ മേളിൽ കയറിയതെങ്കിലും ഇവിടെ കുറേ വൃക്ഷങ്ങൾ തലപ്പുകൾ മാത്രമേ കാണുന്നുള്ളൂ. ബംഗ്ലാദേശിലെ വീടുകളും പുരയിടങ്ങളും പുഴകളും തോടുകളും ഒക്കെ കാണാവുന്നതാണ് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്ത് വിളിച്ച് കയറ്റിയത്. പക്ഷെ അങ്ങനെ ഒരു സാധനങ്ങളും ഇവിടെ കാണാൻ കഴിയുന്നില്ല.
ഇവിടെ കുറേ വൃക്ഷങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് താഴോട്ടിറങ്ങാം. ഇത്രയൊക്കെ ഇവിടെ കാണാനുള്ളൂ. വെറുതെ ഇവിടെ സമയം കളയണ്ട. ഇവിടെ നിന്ന് ഇനി കയറ്റമായിരുന്നു, ഇനി ഇറങ്ങി വരണം. അപ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. മുളയിലൂടെ സഞ്ചാരം. നേച്ചർ തന്നെയാണ്. ഈ വൃക്ഷത്തലപ്പുകളെ തൊടാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് ആ പ്ലാവിൻ്റെ കൊമ്പുകളെയൊക്കെ തൊട്ട് തലോടി നമുക്ക് നടക്കാം. ഇന്ന് എടുക്കുന്നതാണ് വ്യൂ. നമ്മുടെ കൂടെ വന്നവരാണ് ഇരിക്കുന്നത്. കുറച്ച് പേർ കയറാൻ പറ്റാത്ത പ്രായമുള്ളവർ കയറിയിട്ടില്ല. ജേക്കബ് സാറും ഭാര്യ അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ വളഞ്ഞാണ് ഞങ്ങൾ വന്നത്. കുലുക്കമുണ്ട്. പ്ലാവിൻ്റെ തലപ്പുകൾ പിടിക്കാൻ നമുക്കിങ്ങനെ എവിടെയെങ്കിലും പിടിക്കാൻ പറ്റുമോ നമുക്ക്? അങ്ങനെയുള്ള സൗകര്യം കിട്ടും. അപ്പോൾ ഇവിടെ തല നഷ്ടമൊന്നുമില്ല. ഇനിയിപ്പം മേളിലോട്ട് കയറിയപ്പോൾ ഇതൊക്കെ എടുത്തതാണ്. ഇനി താഴോട്ടിറങ്ങിയാണ്. ടിക്കറ്റുണ്ട്. ഈ കൈവാക്ക് കയറാൻ എത്ര രൂപ കൊടുക്കണമെന്ന് അറിയത്തില്ല, നോക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത വലിയ മരങ്ങളിലേക്ക് ഏറുമാടങ്ങൾ കെട്ടിയിട്ട് സ്കൈ വാക്ക്. ഇത് ഹോം സ്റ്റേ ആണ്. ഐ ലാ ജോങ് ഹോം സ്റ്റേ മോവിലോങ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതിന് എൻട്രി ഫീസ് 20 രൂപയാണ്. 20 രൂപ എടുത്താൽ കയറാം. ഒരു ക്ലീനസ്റ്റ് വില്ലേജ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം. അടിസ്ഥാനപരമായിട്ട് ഇവിടെ ഇത്രയും വൃക്ഷങ്ങളുണ്ടായിട്ട് പോലും ഇവിടെ റോഡൊക്കെ അല്ല ക്ലീൻ ആണ്. അതെല്ലാം എപ്പോഴും ആൾക്കാർ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതാണ് ചർച്ച് ഓഫ് ദി എഫിഫാനി. ഇവിടെ ഒരു ചർച്ചാണ്. ഇവിടെ ഉള്ളൊരു ചർച്ചാണിത്. ഇതൊരു ഹോം സ്റ്റേ ആണ്. ഈ ചർച്ചിലോട്ടൊന്ന് കയറി നോക്കാം. അടിപൊളി ചർച്ച്. എല്ലാം പൂക്കൾ മൊത്തത്തിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ച് പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുക. ഇത് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ. CSI ചർച്ച് പോലെ, നമ്മളവിടെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ പോലെ ഇവിടെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ. നല്ല രസമുണ്ട് ചർച്ച്. ക്രിസ്മസ് സമയത്തൊക്കെ ഇവിടെ വന്നാൽ എന്ത് രസമായിരിക്കും. ഈ മൗലിനോങ് ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള ഒരു പള്ളിയാണ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ. പള്ളി മണിയൊക്കെ ഉണ്ട്. ഇനിയും പുറത്തോട്ട് നടക്കാം. ഒന്നും പറയണം, അത്രയേ ഉള്ളൂ. ഒന്നും കാണത്തില്ലെങ്കിൽ. ബ്രൂക്ക് സൈഡ് ഹോം സ്റ്റേ. അപ്പം ബ്രൂക്ക് കാണുമല്ലോ ഇവിടെ. ഇഷ്ടംപോലെ ഹോം സ്റ്റേസ് ആണ്. 3-4 പേർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹോം സ്റ്റേസ് നിറയെ. അപ്പോൾ ഹോം സ്റ്റേസാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. അല്ലാതെ ഇവിടുത്തെ നാടൻ വീടുകൾ നാടൊരു പുല്ല് മേഞ്ഞൊരു വീട്, അതിൻ്റെ പുറത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ വിശ്രമിക്കാനുള്ള സ്ഥലം. ഇതെല്ലാം ഹോം സ്റ്റേസാണ്. അവിടെ താഴോട്ട് പോകാം. ചാറുഭാഗ്യ വഴിയുടെ 2 സൈഡുകളിലും വീടുകളും ഹോം സ്റ്റേകളും ഒക്കെയാണ്. ഇതെല്ലാം ക്ലീനായിട്ട് കിടക്കുന്നു. അത് അവർ പ്രൊമോട്ട് ചെയ്ത് കാശുണ്ടാക്കുന്നു. നമ്മളവിടെ കൊല്ലംകോട് എന്നൊരു സ്ഥലമുണ്ട്. ഇതിനേക്കാളും അതിമനോഹരമായ സ്ഥലമാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, അതിന് പ്രൊമോട്ട് ചെയ്ത് ആൾക്കാർ വരുന്നുണ്ടെങ്കിലും അതവിടെ നശിപ്പിക്കാനായിട്ടാണ് വരുന്നത്, പ്രകൃതിയെ. ഇവിടെ അങ്ങനെയല്ല. അവർ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഫീസൊക്കെ വെച്ചിട്ടുണ്ട് കയറുന്നതിന്. ആൾക്കാരെ നോക്കാനൊക്കെ ആളുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കാണിച്ചിട്ട് പോകാനൊന്നും പറ്റത്തില്ല ഇവിടുന്ന്. പള്ളിയുടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. പള്ളിയാന്ന് തോന്നുന്നു. ഒരു കുരിശൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇതിലെ കൂടെ പോകാനായിട്ട്. ഇവിടെ ഊടുവഴികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ ഓരോ നടന്ന് മുകളിലോട്ട് പോകാം. എത്ര വേണമെങ്കിലും നമുക്ക് നടക്കാൻ പറ്റും. അത് നമ്മളിഷ്ടം പോലെ. 1 മണിക്കൂറാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ തിരിച്ചെത്തണം. 11 മണി. ഇപ്പോൾ ഞങ്ങൾ 10 മണിക്കാണ്. ഇതിവിടെ ഏകദേശം കഴിഞ്ഞ് പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇനി തിരിച്ചു പോകണം. പല എൻട്രി പോയിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പല സ്ഥലത്തായിട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. സ്ഥലം ഇങ്ങനെ വേക്കൻ്റായിട്ട് കിടപ്പുണ്ട്. പരന്ന സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഒത്തുകൂടാനും ഉള്ള സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതേ ഉള്ളൂ. ഹോം സ്റ്റേകളേ ഉള്ളൂ ഇവിടെ.
വീടുകൾ മൊത്തം ഹോം സ്റ്റേ ആണ്. ഇത്രമാത്രം ആൾക്കാർ ഇവിടെ താമസിക്കുന്നതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടില്ല, ഞാൻ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണ്. പടുകൂറ്റൻ പാറ ഇവിടെ വെച്ചിട്ടുണ്ട്. ബാലൻസിങ് റോക്കല്ല, ബാലൻസിങ് റോക്ക് ഇവിടെ അല്ല. ചുട്ടി അവിടുത്തെ ഒരു പയ്യനുമായിട്ട് സംസാരിച്ചുകൊണ്ട് വരികയാണ്. ഇന്ന് ചുട്ടിയാണെന്നാണ് പറയുന്നത്. വെള്ളിയാഴ്ച ചുട്ടിയാണ് ഇവിടെ. ഇവിടെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. 100% സാക്ഷരതയുള്ള ഒരു സ്ഥലം കൂടിയാണിത്. ഷനോ സാറേ, മാവിലോങ്ങിൽ തന്നെ നിൽക്കുന്നത്. ഞങ്ങൾ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകാനായിട്ടൊരു ഷോർട്ട് കട്ടാണിത്. മുള കൊണ്ടായിട്ടുള്ള ഒരു പാലമാണിത്. ഇത് മുളയിൽ അവർ കയറ് പോലും ഉപയോഗിക്കാതെ കാട്ടുവള്ളികൾ ഉപയോഗിച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത്. കവുങ്ങും തടി, മുള, ഈറ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം. വെരി നാച്ചുറൽ. അപ്പോൾ ഇതിലൂടെ കടന്ന് നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ അടുത്ത് പോകാം. ഇനി ഒരു 10 മിനിറ്റും കൂടെ സമയം ബാക്കിയുണ്ട്.